പകുതിവില തട്ടിപ്പിൽ നിർണായക നീക്കവുമായി ക്രൈംബ്രാഞ്ച്. കേസ് അന്വേഷണത്തിന് ഐജിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം. സായി ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറാണ് തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരനെന്നും 34,000 പേർ തട്ടിപ്പിനിരയായെന്നുമാണ് നിഗമനം. മുഖ്യമന്ത്രിയുടെ ഓഫീസും MLA-മാരും ജനപ്രതിനിധികളുമടക്കം നിരവധി ഉന്നത സംശയ നിഴലിലാണ്. അനന്തകൃഷ്ണന്റെ ജീവനക്കാരെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുകയാണ്. മുഖ്യപ്രതിക്കെതിരെ വിവിധ ജില്ലകളിൽ നിലയ്ക്കാത്ത പരാതി പ്രവാഹമാണ്. വിവരങ്ങളുമായി ഋഷിപാലും അർജുൻ മട്ടന്നൂരും നമുക്കൊപ്പം ചേരുന്നു. ഋഷിപാൽ, ഇതുവരെ പുറത്തു വന്നിരിക്കുന്നത് ഈ തട്ടിപ്പിന്റെ പാതി മാത്രമെന്നേ കരുതാൻ കഴിയൂ എന്ന നിലയിലേക്കല്ലേ ഈ പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ വെളിപ്പെടുന്ന കാര്യങ്ങൾ? അന്വേഷണം എങ്ങനെ പോകുന്നു? സുജയ പാർവതി, പാതിവില തട്ടിപ്പിൽ ഏറ്റവും നിർണായക നീക്കം ക്രൈംബ്രാഞ്ച് നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം സംസ്ഥാനത്ത് വ്യാപകമായി പരാതി വരുന്ന ഒരു സാഹചര്യത്തിലാണ് അന്വേഷണം വിപുലീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗം തന്നെയായിരിക്കും അന്വേഷിക്കുക. പക്ഷേ അതിനൊരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. നാളെ തന്നെ ഇത് സംബന്ധിച്ച് ഉത്തരവുണ്ടാകും. ഒരു IG-യുടെ മേൽനോട്ടത്തിൽ നേതൃത്വത്തിലാകും അന്വേഷണം നടക്കുക. ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതായാലും ഓരോ ജില്ലകളിലും ഓരോ പോലീസ് സ്റ്റേഷനുകളിലും നിരവധി പരാതികൾ, ഏതാണ്ട് 100 കണക്കിന് പരാതികൾ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 34,000 പേരാണ് സംസ്ഥാനത്ത് ഈ അനന്തകൃഷ്ണന്റെ ഈ പാതിവില തട്ടിപ്പിന് ഇരയായത് എന്ന നിഗമനത്തിലാണ് പോലീസ് സംഘം. മാത്രവുമല്ല, അനന്തകൃഷ്ണന് ഈ തട്ടിപ്പിന് എല്ലാ സഹായവും ചെയ്ത ഇതിന്റെ ആസൂത്രകൻ അത് അനന്തകുമാറാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമെടുത്തു. ഇനി ഈ കേസുകൾ അത് ഒറ്റ കേസാക്കി മാറ്റാനുള്ള ആലോചനയും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും വളരെ വിശദമായ അന്വേഷണത്തിലൂടെ പ്രതികളെ കുടുക്കി അതുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു. അതിന് പുറമെ രാഷ്ട്രീയ നേതാക്കൾ ഇതിന് സഹായം നൽകിയോ എന്ന പരിശോധന കൂടി നടത്തുന്നുണ്ട്. ഈ സംഭാവന കൈപ്പറ്റിയ രാഷ്ട്രീയ നേതാക്കളുടെ വിശദാംശങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിക്കുന്നു. അവർ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചു. അതിൽ നിന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിശദാംശങ്ങളിൽ നിന്ന് തന്നെ ഇടപാടുകളുടെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഓക്കെ ഋഷിപാൽ, ചോദ്യം ചെയ്യൽ എവിടെ വരെ എത്തിയെന്നത് അറിയുന്നതിന് അർജുൻ മട്ടന്നൂരിലേക്ക് പോകാം. അർജുൻ മട്ടന്നൂർ, ജീവനക്കാർക്കറിയാം എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഈ ധനസമാഹരണമെന്ന്, അതടക്കം പരിശോധിക്കുകയാണോ ഇപ്പോൾ? സുജയ പാർവതി, അനന്തകൃഷ്ണന്റെ ജീവനക്കാരെ 3 ജീവനക്കാരെയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തുക, ഈ തട്ടിപ്പിലൂടെ സമാഹരിച്ച തുക ഏതൊക്കെ വഴിയിലാണ്, എവിടെയൊക്കെയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്, ഏതൊക്കെ തരത്തിലാണ് ഇത്തരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഭൂമി നിക്ഷേപം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ബിനാമി പേരിലും മറ്റും നിക്ഷേപമുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ട്. അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിനടക്കമുള്ള ജീവനക്കാരെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൽ നിരവധി രേഖകൾ നേരത്തെ തന്നെ പോലീസ് കണ്ടെടുത്തിരുന്നു. ഇതിൽ പ്രധാനമായും ചില രാഷ്ട്രീയ നേതാക്കൾക്കടക്കം വലിയ തോതിൽ അനന്തകൃഷ്ണൻ സംഭാവന നൽകിയിരുന്നു. ഇതിൽ ഇടുക്കിയിലെ ഒരു കോൺഗ്രസ് നേതാവിന് 40 ലക്ഷം, ഒരു CPM നേതാവിന് 25 ലക്ഷം, അതോടൊപ്പം തന്നെ നിരവധി MLA-മാർക്ക് പണം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും കൃത്യമായ രേഖകളും അനന്തുവിന്റെ കയ്യിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ അപ്പോഴും ഇത്രയും വലിയ തട്ടിപ്പിലൂടെ സമാഹരിച്ച തുക എങ്ങോട്ടൊക്കെ വഴിമാറ്റി എന്ന കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. നാളെ കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കി അനന്തകൃഷ്ണനെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുൻപ് ഇന്ന് കൊച്ചിയിലെ ഓഫീസുകൾ, അതോടൊപ്പം തന്നെ കൊച്ചിയിലെ ഫ്ളാറ്റിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ആനന്ദകുമാറിന്റെ പങ്കും പോലീസ് അന്വേഷിക്കുകയാണ്. ആനന്ദകുമാറിന് ഈ തട്ടിപ്പിന്റെ തുടക്കം മുതൽ തന്നെ ആനന്ദകുമാർ നിർണായകമായ സാന്നിധ്യമായിരുന്നു. മാത്രവുമല്ല, ഇതിന്റെ ഗൂഢാലോചനയിലടക്കം ആനന്ദകുമാർ പങ്കെടുത്തിട്ടുണ്ട് എന്ന ചില സൂചനകൾ നൽകുന്ന ചില ശബ്ദ സന്ദേശങ്ങളടക്കം ഇന്ന് റിപ്പോർട്ടർ TV പുറത്തുവിടുകയും ചെയ്തിരുന്നു. സുജയ. ഓക്കെ, മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഓഫർ തട്ടിപ്പിൽ ഇനിയും വെളിപ്പെടുത്താനുണ്ട് കൂടുതൽ വിവരങ്ങൾ, അതിലേക്കൊക്കെ നമ്മൾ എത്തും.